രാജ്യത്തെ ഇന്ധന വില വർദ്ധിപ്പിക്കാൻ സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മാസം 30,000 കോടിയുടെ നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളതാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ഈ നഷ്ടം നികത്താൻ ഇന്ധന വില വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ല എന്ന് എണ്ണ കമ്പനികൾ നിലപാടെടുക്കുന്നു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, വാണിജ്യ സിലിണ്ടറിനുള്ള വില വർധനവ് ഒറ്റയടിക്ക് ഒരു ഇടുത്തി പോലെ വന്നുവെങ്കിൽ ഈ ഇന്ധന വില വർധനവ്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗാർഹിക പാചകവാതകത്തിൻ്റെയൊക്കെ വില വർധനവ് ഏതാണ്ട് ആ റേഞ്ചിൽ ഒരു സാമാന്യം വലിയ സംഖ്യ തന്നെ കൂടാനുള്ള അവസരം ആണോ ഇപ്പോൾ എണ്ണ കമ്പനികൾ നോക്കുന്നത്? തീർച്ചയായും. ഇപ്പോൾ ക്രൂഡ് ഒരു ശരാശരി $105 ബാരലിന് ഉള്ളത്. ഇന്ത്യൻ ബാസ്ക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം $99.69 ഉണ്ട് ഒരു വീപ്പയ്ക്ക്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ വലിയ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ ഈ വിലയിൽ വരുന്നത്. അതായത് ഉയർന്ന വിലയ്ക്ക് കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ആഭ്യന്തര കമ്പോളത്തിൽ ഇന്ത്യ വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എക്സൈസ് തീരുവകളൊക്കെ കുറച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വിലവർധന ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. അതായത് 30,000 കോടി രൂപയാണ് എണ്ണ കമ്പനികൾക്ക് നഷ്ടം വരുന്നത്. ഈ എക്സൈസ് തീരുവ കുറച്ചതിൽ തന്നെ ഏകദേശം 14,000 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു വിലവർധനയ്ക്കുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഇപ്പോൾ എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നത് പെട്രോളിന് 13 രൂപയാണ്, ഡീസലിന് 10 രൂപയാണ്. അപ്പോൾ ഒരു വലിയ തോതിലുള്ള ഒരു വർധന വരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വിലവർധന ഉണ്ടായിട്ടുണ്ട്. അത് ഫ്രാൻസ് ആയിരുന്നാലും ജപ്പാനായിരുന്നാലും ഒക്കെ തന്നെ 30 മുതൽ 35% വരെ വിലവർധന വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഇന്ത്യ പല കാരണങ്ങളാൽ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പാകാം, അങ്ങനെ പല കാരണങ്ങളാൽ ഇത് കുറച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വാർത്താ സമ്മേളനത്തിൽ നൽകിയത്.